السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബുൽ കബായിർ എന്ന ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 14 അധ്യായങ്ങളാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന വൻപാപങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് ഷെയ്ഖ് റഹിമഹുള്ള വിശദീകരിച്ചത്. നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന വൻപാപങ്ങളെന്നാൽ ഓരോ ക്ലാസ്സിലും സൂചിപ്പിക്കാറുള്ളതുപോലെ നമ്മിൽ പലർക്കും, അതല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വളരെ നിസാരമായി തോന്നുന്ന കാര്യങ്ങളാണവ. എന്നാൽ നമ്മെ ഓരോരുത്തരെയും പിടികൂടാൻ സാധ്യത വളരെ കൂടുതലുള്ള കാര്യങ്ങളുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ തിന്മകളിൽ നിന്നും പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്തതായി ഷെയ്ഖ് റഹിമഹുള്ള നാവ് കൊണ്ട് സംഭവിക്കുന്ന, നാവിൽ നിന്ന് ഉണ്ടാകുന്ന, അതല്ലെങ്കിൽ നാവുമായി ബന്ധപ്പെട്ട വൻപാപങ്ങളെക്കുറിച്ചാണ് ഇനി വിശദീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അബ്വാബു കബായിറിൽ ലിസാൻ, നാവുമായി ബന്ധപ്പെട്ട വൻപാപങ്ങൾ വിശദീകരിക്കുന്ന അധ്യായങ്ങൾ. ഈ അധ്യായത്തിൽ, അതല്ലെങ്കിൽ ഈ ഭാഗത്ത് ആദ്യമായി അദ്ദേഹം പറഞ്ഞു, ബാബുൻ, അധ്യായം, അത്തഹദീറു മിൻ ശർരിൽ ലിസാൻ, നാവിൻ്റെ തിന്മകളെ തൊട്ടുള്ള താക്കീത്. അഥവാ നമ്മുടെ നാവിൽ നിന്ന് ഖൈറും ഷർറും ഉത്ഭവിക്കും. നാവിൻ്റെ ഷർറിനെ തൊട്ട് നമ്മൾ ജാഗ്രത കൈക്കൊള്ളുക എന്നത് നാം ഓരോരുത്തരും കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. ആദ്യമായി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാവ് എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകിയ അനുഗ്രഹമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ലാഹു പറഞ്ഞു, മനുഷ്യർക്ക് നാം 2 കണ്ണുകൾ നൽകിയില്ലയോ, 2 ചുണ്ടുകളും അതിനിടയിൽ ഒരു നാവും നാം നൽകിയില്ലയോ. അള്ളാഹു വളരെ മഹത്തായ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ്, അതിലൊന്നായിട്ടാണ് നാവിനെ എണ്ണിപ്പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ അനുഗ്രഹം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും റബ്ബിന് തൃപ്തിയുള്ള മാർഗത്തിൽ ഉപയോഗിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. ഏതൊരു അനുഗ്രഹവും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നാവിനെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം നമുക്ക് നൽകിയില്ല എങ്കിൽ ഒരു ഹർഫ് ഉരിയാടാൻ നമുക്ക് സാധിക്കുകയില്ല. സംസാരശേഷിയില്ലാത്ത ആളുകളുടെ സംസാരത്തിൻ്റെ രീതി, അവരുടെ ആശയവിനിമയത്തിൻ്റെ രീതി നമ്മൾ കാണാറുണ്ട്. അത്ഭുതമാണ്. അതല്ലെങ്കിൽ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹം എത്ര വലുതാണ് എന്ന് അത് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാരണം സംസാരമെന്നത്, വാക്കുകൾ എന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള, നാം മറ്റൊരാളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാധ്യമമാണ്, ഒരു കാര്യമാണത്. അതില്ല എങ്കിൽ ആംഗ്യഭാഷയിലൂടെ വേണം അത് പറഞ്ഞു ഫലിപ്പിക്കാൻ. എന്തൊരു പ്രയാസമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു തആല ഈ നാവ് നൽകിയത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ സംസാരിക്കുന്നു, നമ്മുടെ ഭാഷ സംസാരിക്കുന്നു, അതല്ലാത്ത ഭാഷകൾ നമ്മൾ സംസാരിക്കുന്നു, ആളുകളോട് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ പറയുന്നു.
അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുന്നു. വലിയ നിഅമത്താണിത്. ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ വലിയ അനുഗ്രഹമായി നമുക്കത് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹത്തിന് നാം നന്ദി കാണിക്കേണ്ടവരാണ്. തൊട്ടുമുന്നേ പറഞ്ഞ ഹൃദയവുമായി ബന്ധപ്പെട്ട തിന്മകൾക്ക് ശേഷം, വൻപാപങ്ങൾക്ക് ശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ നാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത്. കാരണം സഹോദരങ്ങളെ, നമ്മുടെ ഈ ശരീരത്തിൽ രണ്ട് കാര്യങ്ങൾ, അത് വളരെ ചെറിയ അവയവങ്ങളാണ്. എന്നാൽ അതുകൊണ്ടുണ്ടാവുന്ന അനന്തര ഫലങ്ങൾ എന്നത് നമ്മുടെ ഈ ശരീരത്തെ മുഴുവൻ ബാധിക്കും. ഹൃദയത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ, അറിയുക, ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. എന്താണ് അതിൻ്റെ വലിപ്പം? വളരെ ചെറുതാണ്. എന്നാൽ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് ഫസാദായി പോയാൽ, അത് കേടുവന്നു പോയാൽ ശരീരം മുഴുവനും കേടുവന്നു പോയി എന്നാണ്. ഒരു ചെറിയ അവയവമാണ്, വലുതൊന്നുമല്ല. വലിയ ഒരു അവയവം, പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ളതൊന്നുമല്ല, മറിച്ച് ആന്തരിക അവയവങ്ങളിൽ വളരെ ചെറിയ ഒരു കാര്യം മാത്രമാണ്. അതേപോലെ തന്നെയാണ് സഹോദരങ്ങളെ നാവും. വളരെ ചെറുതാണത്. എന്നാൽ ആ നാവ് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അത് നമ്മുടെ ശരീരത്തെ മുഴുവൻ ബാധിക്കും, നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും അത് ബാധിക്കും എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും ഏതാനും ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളും ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ ആയത്താണിത്. വഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ നല്ലവരായ അടിമകൾ, അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്? യംശൂന അലൽ അർളി ഹൗനൻ, ഭൂമിയിലൂടെ മാന്യന്മാരായി അടക്കത്തോടെ ഒതുക്കത്തോടെ വിനയത്തോടെ നടക്കുന്നവരായിരിക്കും. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, വിവരമില്ലാത്ത ആളുകൾ, അവിവേകികൾ അവരോട് വല്ല വിവരക്കേടും അവിവേകവും പറഞ്ഞാൽ സുരക്ഷിതമായ വാക്കുകൾ കൊണ്ടവർ പ്രതികരിക്കുകയും ചെയ്യും. ഈ ആയത്ത് ഇവിടെ കൊണ്ടുവന്നത് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ മഹത്തായ വിശേഷണങ്ങൾ സ്വീകരിക്കേണ്ടവരാണ്, നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടവരാണ്. കാരണം അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകളുടെ സ്വഭാവം ഇതാണ്. രണ്ട് കാര്യങ്ങൾ ഈ ആയത്തിലുണ്ട്. രണ്ട് സുരക്ഷിതത്വം സ്വീകരിച്ചവരാണ് അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ. ഒന്നാമത്തേത് ആദ്യം പറഞ്ഞ കാര്യമാണ്, അഥവാ അവരുടെ നടത്തം, കാലുകൾ കൊണ്ടുള്ള ഇടർച്ച അവർക്കുണ്ടാവുകയില്ല. അഹങ്കാരത്തിൻ്റെ, അള്ളാഹുവിന് തൃപ്തികരമല്ലാത്ത രൂപത്തിലുള്ള നടത്തം അവർ നടക്കുകയില്ല. മറിച്ച് അവർ വിനയാന്വിതരായിരിക്കും. വിനയത്തോടെ, എളിമയോടെ, അടക്കത്തോടെ, ഒതുക്കത്തോടെ നടന്നു പോകുന്നവരായിരിക്കും. രണ്ടാമത്തത് നാവ് കൊണ്ടുള്ള സുരക്ഷയാണ്. നാവിൻ്റെ കാര്യത്തിലും അവർ സുരക്ഷിതത്വം പാലിക്കും. വഇദാ ഖാതബഹുമുൽ ജാഹിലൂൻ, വിവരമില്ലാത്ത അവിവേകികളായ ആരെങ്കിലും വല്ലതും സംസാരിച്ചു, തിരിച്ച് അതേപോലെ പ്രതികരിക്കുകയില്ല. ഞാനൊട്ടും കുറവല്ല, അങ്ങനെ ഒട്ടാൻ പറ്റൂലല്ലോ, ഒന്ന് പറഞ്ഞാൽ രണ്ടു വരണ്ടേ, അല്ലെങ്കിൽ നമ്മൾ മോശക്കാരായി പോവുകയില്ലേ എന്നല്ല. മറിച്ച് ഖാലൂ സലാമ, അവർ സുരക്ഷിതമായ വാക്കുകൾ കൊണ്ട് പ്രതികരിക്കും. സുരക്ഷിതമായ വാക്കെന്ന് പറഞ്ഞാൽ തിന്മ കലരാത്ത നല്ല വാക്കുകൾ കൊണ്ട്. അതിൽപ്പെട്ടതാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഹദാക്കല്ലാ, അള്ളാഹു നിനക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പറയും. അതല്ലെങ്കിൽ അള്ളാഹു നിന്നെ നന്നാക്കട്ടെ എന്ന് പറയും. ഈ രൂപത്തിലുള്ള സുരക്ഷിതമായ നല്ല വാക്കുകൾ കൊണ്ട് പ്രതികരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഈ വിശേഷണങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആളുകൾ പല രൂപത്തിലാണ്.
പല രൂപത്തിൽ ആളുകൾ സംസാരിക്കും. എല്ലാവരും നല്ല രൂപത്തിൽ സംസാരിക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ പ്രതികരണം ഇതുപോലെ ആയിരിക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നമ്മുടെ വീഴ്ചകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞൊരു വിശേഷണമാണിത്. നമ്മുടെ സംസാരം, നമ്മുടെ പ്രതികരണം വളരെ മാന്യമായിരിക്കണം. മാന്യമായ പ്രതികരണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അള്ളാഹു ഇബാദുർ റഹ്മാൻ എന്നാണ് ഈ വിശേഷണങ്ങൾ തുടങ്ങുമ്പോൾ ആ വിശേഷണത്തിൻ്റെ ആളുകളെ വിളിച്ചത്. റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അവരെ പുകഴ്ത്തി റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞു. അത്രയും മഹത്തരമായ കാര്യമാണത്. ഒരാൾ റബ്ബിൻ്റെ അടിമയായി തീരുക എന്നത് വലിയ കാര്യമാണ്. എല്ലാവരും റബ്ബിൻ്റെ അടിമകളാണ്. പക്ഷേ അള്ളാഹു തആലയുടെ പ്രത്യേകമായ അടിമത്വം അഥവാ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവന് വഴിപ്പെടുന്ന, അവന് കീഴൊതുങ്ങുന്ന മുസ്ലിമായ മുഅ്മിനായ അടിമയാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അള്ളാഹു തആല അവനിലേക്ക് ചേർത്തി പറഞ്ഞ ആളുകളുടെ വിശേഷണങ്ങളിൽ 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതിൽ നമ്മുടെ തലക്കെട്ടുമായി അധ്യായവുമായി ബന്ധപ്പെട്ടത് സംസാരത്തിൻ്റെ രീതിയാണ്. ഇത് പലപ്പോഴും സഹോദരങ്ങളെ നമ്മിൽ പലർക്കും, അതല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും വന്നുപോവാറുള്ള അബദ്ധത്തിൽപ്പെട്ടതാണ്. അവിവേകികൾ വല്ലതും പറഞ്ഞാൽ അതുപോലെ തിരിച്ചു പ്രതികരിക്കരുത്. മറിച്ച് മാന്യമായ രൂപത്തിൽ പ്രതികരിക്കാൻ, ഒന്നല്ലെങ്കിൽ കാര്യം കൃത്യമായി പറഞ്ഞു കൊടുക്കുക, അതല്ലെങ്കിൽ തീരെ സംസാരിക്കാൻ കൊള്ളാത്തവരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹദാക്കല്ലാ, അസ്ലഹക്കല്ലാ, അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു നിന്നെ നന്നാക്കട്ടെ എന്ന രൂപത്തിലുള്ള വാക്കുകൾ പറയുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അവർ പറയുന്നത് പോലെ നമ്മളും പറഞ്ഞാൽ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഒരാൾ തെറി പറഞ്ഞു, തിരിച്ചതേപോലെ നമ്മളും പറഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെയായി പോകും. ഇബാദുർ റഹ്മാൻ ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ, മുഅ്മിനീങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ളവരല്ല. മറിച്ച് വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുന്നവരായിരിക്കും. ഇത് സഹോദരങ്ങളെ എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം എന്ന് ആവർത്തിച്ച് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ലാ രണ്ടാമതായി മറ്റൊരായത്ത് ഉദ്ധരിച്ചു. വഖൗലുഹു തആല, അള്ളാഹു തആല പറഞ്ഞു, വഇദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു. സൂറത്തു അൽ ഖസസിലെ 55-ാമത്തെ ആയത്താണിത്. വഇദാ സമിഉ, അവർ കേട്ടാൽ, അഥവാ അഹ്ലുൽ കിതാബിലെ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ച നല്ലവരായ ആളുകളെക്കുറിച്ചാണ് അള്ളാഹു ഈ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും ബാധകമാണ്. ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കും അയാളുടെ നിലപാട്, അവസ്ഥ. എന്താണത്? വഇദാ സമിഉൽ ലഗ്വ, അവർ ലഗ്വ് കേട്ടാൽ. എന്താണ് ലഗ്വ് എന്ന് പറഞ്ഞാൽ? കുല്ലു ബാത്തിലിൻ, എല്ലാ ബാത്തിലും, വ്യർത്ഥമായ, അടിസ്ഥാനരഹിതമായ, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന, റബ്ബിന് തൃപ്തിയല്ലാത്ത എന്തൊക്കെ വാക്കുകളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ബാത്തിലാണ്, വ്യർത്ഥമാണ്. അതിനാണ് ലഗ്വ് എന്ന് പറയുക. അങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായ, വ്യർത്ഥമായ, ബാത്തിലായ വല്ലതും അവർ കേട്ടാൽ അതിനവർ കാതുകൊടുക്കുകയില്ല. മറിച്ച് അവരെന്തു ചെയ്യും? അഅറദു അൻഹു, അതിൽ നിന്നും തിരിഞ്ഞു കളയും. അത്തരം ബാത്തിലായ കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ, കാത് കൊടുക്കാതെ സത്യവിശ്വാസികളായ ആളുകൾ തിരിഞ്ഞു കളയും. അവർ അത് കേൾക്കാനോ അതിന് കാത് കൊടുക്കാനോ അത് ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനോ ഒന്നും തുനിയുകയില്ല. ഇത് സഹോദരങ്ങളെ വലിയ കാര്യമാണ്. കാരണം ഇതുപോലെയുള്ള ബാത്തിലുകൾ നമ്മൾ കേട്ടാൽ അത് നമ്മെ സാരമായി ബാധിക്കും. അങ്ങനെയുള്ള ബാത്തിലിൻ്റെ മജ്ലിസിൽ പോയി ഇരുന്നാൽ അത് നമ്മെ സാരമായി ബാധിക്കും. വ്യർത്ഥമായ, ലഘുവായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അത് സംഗീതമാവട്ടെ, ഹറാമായ സദസ്സാവട്ടെ, അതല്ലെങ്കിൽ ഷിർക്കും കുഫറും പറയുന്ന അതുപോലെയുള്ള അതിൻ്റെ വക്താക്കളുടെ സദസ്സാവട്ടെ, എന്തൊക്കെ അടിസ്ഥാനരഹിതമായ ബാത്തിലായ
മജ്ലിസുകൾ, സദസ്സുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ ആവട്ടെ, അതിനൊന്നും കാത് കൊടുക്കാത്തവരായിരിക്കും മുഅ്മിനീങ്ങൾ. ഇത് നമുക്കേറെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. നേരെ മറിച്ച് നമ്മൾ കാത് കൊടുത്താൽ, അത് നമ്മുടെ മനസ്സിൽ പതിച്ചാൽ, അത് നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തിന്മയുടെ ആളുകളോടൊപ്പം കൂട്ടുകൂടിയാൽ അവരുടെ വാക്കുകൾ നമ്മെ സ്വാധീനിക്കും. നേരെ തിരിച്ചും നല്ലവരായ ആളുകളോടൊപ്പം കൂടിയാൽ അവരുടെ വാക്കുകൾ നമ്മെ സ്വാധീനിക്കും. കാരണം നമ്മൾ കേൾക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ പതിയുക, എന്നിട്ടത് പുറത്തേക്കും വരും. എന്താണോ നമ്മുടെ ഹൃദയത്തിലുള്ളത് അതാണ് പുറത്തേക്ക് വരിക. ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് എത്തുക? നമ്മുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയുമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെക്കുറിച്ച് പറയുകയാണ്, അവരുടെ ലക്ഷണമാണിത്, അവരുടെ അടയാളമാണിത്. വഇദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു, ലഗ്വ്, വ്യർത്ഥമായ ബാത്തിലായ കാര്യങ്ങൾ അവർ കേൾക്കുകയാണെങ്കിൽ അവർ തിരിഞ്ഞുകളയും. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, ഈ കാലത്ത് നമ്മൾ കൂടുതൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. എല്ലാ മേഖലകളിലും നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ കാതുകളിലേക്ക് അടിച്ചു വീശുന്നത് എന്താണ്? അടിച്ചു കയറുന്നത് എന്താണ്? ഹറാമായ കാര്യങ്ങളാണ്, ഹറാമായ ശബ്ദങ്ങളാണ്. അതുപോലെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നല്ലതിനു വേണ്ടി കയറിയാൽ എല്ലാ ബാത്തിലും നമ്മുടെ മുന്നിലേക്ക് വരും. അതിനൊക്കെ കാത് വെച്ചു കൊടുത്താൽ നമ്മുടെ ഹൃദയം കേടുവരും. നമ്മുടെ ഹൃദയം കേടുവന്നാൽ അതിൻ്റെ കേട് നാവിലൂടെ പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ അടയാളമായി നമ്മെ ഓർമ്മപ്പെടുത്തിയത് ആ അടയാളം, ആ വിശേഷണം നമ്മൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ്. അടുത്തതായി ശൈഖ് റഹിമഹുല്ലാഹ് മറ്റൊരായത്ത് ഉദ്ധരിക്കുന്നു. വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യർ, സൃഷ്ടികൾ ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല, തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകരായ രണ്ട് മലക്കുകൾ അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. വലതുഭാഗത്തും ഇടതുഭാഗത്തും മനുഷ്യർ പറയുന്ന, സൃഷ്ടികൾ പറയുന്ന ഓരോ വാക്കും, അവരുടെ ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്താൻ അല്ലാഹു തആല രണ്ട് മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്കുള്ള വിശേഷണമാണെന്ത്? റഖീബുൻ അതീദ്. റഖീബ് എന്നാൽ നിരീക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. നിരീക്ഷകരാണ്. എന്താണോ ചെയ്യുന്നത് ഇത് രേഖപ്പെടുത്താൻ അതീദായിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താണ് അതീദ് എന്ന് പറഞ്ഞാൽ? തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെയുള്ള രണ്ട് മലക്കുകൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഈ ആയത്ത് സഹോദരങ്ങളെ നമുക്കുള്ള താക്കീതാണ്, നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്, നമ്മെ ഉപദേശിക്കേണ്ട ആയത്താണിത്. നമ്മുടെ നാവ് കേടുവരാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണിത്. നാവിൻ്റെ ഷർറിൽ നിന്നും, നാവിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ട ആയത്താണിത്. കാരണം നമ്മുടെ വാക്കുകൾ നാം പുറത്തേക്ക് വിടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യം. റഖീബും അതീദുമായ രണ്ട് മലക്കുകൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഖൈറാണോ എങ്കിൽ പുറത്തേക്ക് വിടുക, അതല്ല ഷർറാണോ പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. ഈ ആയത്ത് നമ്മെ പേടിപ്പെടുത്തേണ്ടതാണ്, നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതാണ്, നമ്മെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെടുത്തേണ്ടതാണ് എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു ചില ആയത്തുകളിലും ഈ പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ, തീർച്ചയായും നിങ്ങൾക്കുമേൽ സംരക്ഷകരായ, സൂക്ഷ്മജ്ഞാനികളായ, നിങ്ങളെ നിരീക്ഷിക്കാനുള്ള ആളുകളുണ്ട്, മലക്കുകൾ. കിറാമൻ കാതിബീൻ, ആദരണീയരായ എഴുത്തുകാരാണവർ. യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നവരാകുന്നു. അങ്ങനെ ആ അറിഞ്ഞതവർ രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രേഖപ്പെടുത്തിയ ഏടുകൾ നാളെ പരലോകത്ത് മഹ്ശറിൽ വെച്ച് നമ്മുടെ കൈകളിൽ വെച്ച് തരും. ഒന്നല്ലെങ്കിൽ വലതു കൈയിൽ, അതല്ലെങ്കിൽ ഇടതു കൈയിൽ നമ്മെ കൊണ്ടത് വായിപ്പിക്കും. അല്ലാഹു
സുബ്ഹാനഹു വ തആല പല ആയത്തുകളിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കണം എന്നതാണ് ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആരോരുമില്ലെങ്കിലും, ആര് കേൾക്കാനില്ലെങ്കിലും, ഒരാളെയും ഭയപ്പെടാനില്ലെങ്കിലും നമുക്ക് അല്ലാഹുവിനെ ഭയപ്പെടാനുണ്ട്. റബ്ബിൻ്റെ നിരീക്ഷകരായ മലക്കുകളെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അവർ രേഖപ്പെടുത്താൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന ഗൗരവപ്പെട്ട ഓർമ്മപ്പെടുത്തൽ ആ ആയത്തിലുണ്ട്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിക്കുന്നു. عن أبي هريرة رضي الله عنه مرفوعا من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആരാണോ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നത്, ആർക്കാണോ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളത്, ഫൽയഖുൽ ഖൈറൻ, അവൻ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ, ഔ ലിയസ്മുത്, അതല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ. സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. നമ്മിൽ പലർക്കും ഒരുപക്ഷെ ഹിഫ്ളുള്ള ഹദീസായിരിക്കും, ഇത് മനഃപ്പാടമായിരിക്കും. അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, അന്ത്യനാളിൽ വിശ്വാസമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, നമ്മോട് നല്ലത് പറയാൻ, നല്ലത് സംസാരിക്കാൻ. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസ് അറിയിക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ സംസാരിക്കുമ്പോൾ മൂന്നാലൊരവസ്ഥ അവർക്കുണ്ടാകും. ഒന്നാമത്തെ അവസ്ഥ എന്നത് നാവിലൂടെ പുറത്തേക്ക് വരാൻ പോകുന്നത് ശരിയായ നല്ല കാര്യമാണ് എന്നുറപ്പുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് അള്ളാഹുവിനുള്ള ദിക്റുകൾ, തസ്ബീഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അതുപോലെ ഖുർആൻ പാരായണം, അതുപോലെ തന്നെ നല്ല ഉപദേശങ്ങൾ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ, നല്ലതാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ അവൻ സംസാരിച്ചു കൊള്ളട്ടെ എന്നാണ്. നല്ലതാണ് എന്നുറപ്പുള്ള കാര്യമാണെങ്കിൽ സംസാരിച്ചു കൊള്ളട്ടെ. രണ്ടാമത്തെ ഒരവസ്ഥ എന്നത് ഒരാൾ പറയാൻ പോകുമ്പോൾ തന്നെ അയാൾക്കറിയാം അത് തെറ്റാണ്, തിന്മയാണ്. ഉദാഹരണത്തിന് ഗീബത്ത്, നമീമത്ത്, കളവ്, ആക്ഷേപം, തോന്നിയവാസം പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാം ഇത് തെറ്റാണ്. എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് പുറത്തേക്ക് വിടരുത് എന്നാണ്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ. മൂന്നാമത്തെ ഒരവസ്ഥ എന്നത് ഖൈറാണോ ഷർറാണോ എന്ന് അറിയില്ല. പറഞ്ഞാൽ നന്മയുണ്ടാകുമോ അല്ല ഉപദ്രവമാണോ ഉണ്ടാവുക, ഖൈറാണോ ഷർറാണോ എന്നതിൽ സംശയമുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ വന്നതുപോലെ ഫമൻ ഇത്തഖ ശുബ്ഹാതി ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി, ആശയക്കുഴപ്പമുള്ള കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിലേക്ക് എടുത്ത് ചാടാതിരുന്നാൽ അയാൾ തൻ്റെ ദീനും അഭിമാനവും സംരക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് തെറ്റാണോ ശരിയാണോ, ഖൈറാണോ ഷർറാണോ, ഉപകാരമാണോ ഉപദ്രവമാണോ എന്ന സംശയമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. പുറത്തേക്ക് വിട്ടിട്ട് പിന്നെ ആലോചിക്കലല്ല, മറിച്ച് ആദ്യം മനുഷ്യൻ്റെ അതല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സംസാരം ഈ പറഞ്ഞ മൂന്ന് അവസ്ഥകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും സംസാരങ്ങൾ ഈ മൂന്നാലൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ നാവിൽ നിന്നും പുറത്തേക്ക് വിടുമ്പോൾ ഞാനും നിങ്ങളും അത് തൂക്കി നോക്കണമെന്നാണ്, അളന്നു നോക്കണമെന്നാണ്. സഹോദരങ്ങളെ നോക്കൂ, ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ അളന്നുകൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വിട്ടാൽ നമ്മുടെ തിന്മകൾ ഒരുപാട് കുറഞ്ഞിട്ടും
ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കും. വാക്കുകൾ ശ്രദ്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കും. കുറേ പ്രശ്നങ്ങൾ ഇല്ലാതെയാവും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലും അന്ത്യനാളിലും വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫൽ യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഒന്നല്ലെങ്കിൽ നല്ലത് പറയുക. പറയുമ്പോൾ നല്ലതാവാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല കാര്യങ്ങളാവാൻ, ഉപകാരമുള്ളതാവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതല്ലേ മൗനം പാലിക്കുക, നമ്മൾ മിണ്ടാതിരിക്കുക. മൗനം പാലിച്ചാൽ ഒരുപാട് ഖൈറുണ്ടാകും അതിൽ. പക്ഷെ അത് പാലിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല, അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വിഷയം. അള്ളാഹു അത്തരം സന്ദർഭങ്ങളിൽ നമ്മെ സഹായിക്കുമാറാവട്ടെ. വലിയ തൗഫീഖാണ് സഹോദരങ്ങളെ, വലിയ കാര്യമാണത്. അഖ്റജാഹു, ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, വലഹുമ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ് തന്നെയാണ്. അൻ സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ, മഹാനായ സഹ്ൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മൻ യദ്മൻ ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന, ആരാണോ എനിക്ക് രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതിൻ്റെ കാര്യത്തിലും രണ്ട് കാലുകൾക്കിടയിലുള്ള അതിൻ്റെ കാര്യത്തിലും ഉറപ്പ് നൽകുന്നത്, അവന് ഞാൻ സ്വർഗം ഉറപ്പ് നൽകാം. രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളത് എന്ന് പറഞ്ഞാൽ അല്ലിസാൻ, നാവാണ്. അതിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും ഉറപ്പ് തന്നാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷർറിൽ നിന്നും ആരെങ്കിലും ഉറപ്പ് തന്നാൽ, നാവിനെ സൂക്ഷിക്കും, സംരക്ഷിക്കും എന്ന ഉറപ്പ് ആരെങ്കിലും നൽകിയാൽ, വമാ ബൈന റിജ്ലൈഹി, രണ്ടു കാലുകൾക്കിടയിലുള്ളത് എന്ന് പറഞ്ഞാൽ അൽ ഫർജ്, ഗുഹ്യാവയവം, ലൈംഗികാവയവം, ഈ രണ്ട് കാര്യത്തിൻ്റെ കാര്യത്തിലും ആരെങ്കിലും എനിക്ക് ഉറപ്പ് നൽകിയാൽ, അഥവാ ഈ രണ്ട് കാര്യങ്ങളും ആരെങ്കിലും സൂക്ഷിച്ചാൽ, സംരക്ഷിച്ചാൽ, അദ്മൻ ലഹുൽ ജന്ന, അവന് നാം സ്വർഗം ഉറപ്പു നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗം ഞാൻ അവന് ഉറപ്പ് നൽകാം എന്ന് പറഞ്ഞാൽ അവന് സ്വർഗമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും സഹോദരങ്ങളെ മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ്. വേഗത്തിൽ നശിച്ചു പോകാനുള്ള കാരണമാണ്. പെട്ടെന്ന് അപകടത്തിലായി പോകുന്ന രണ്ട് കാര്യങ്ങളാണിവ. ഒന്നാമത്തേത് നാവ്. വളരെ വേഗത്തിൽ ഒരു മനുഷ്യൻ അപകടത്തിൽ വീണുപോകുന്ന കാര്യമാണ്. കാരണം വാക്ക് അത് അളന്ന് മുറിക്കുന്നതിന് മുന്നേ ഒരുപക്ഷെ പുറത്തേക്ക് പോയേക്കാം. അതിലൂടെ പിന്നീട് ഒരുപാട് പ്രയാസത്തിലകപ്പെട്ടേക്കാം. ഒരുപക്ഷെ ദീൻ നഷ്ടപ്പെട്ടേക്കാം. അതേപോലെ തന്നെയാണ് ഗുഹ്യാവയവം, ലൈംഗികാവയവം. അതൊരാൾക്ക് സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ അയാൾ വലിയ അപകടത്തിലായിത്തീരും. വ്യഭിചാരം പോലെ, സ്വവർഗരതി പോലെ, അങ്ങനെയുള്ള ഹറാമുകളിലേക്ക് ഒരാൾ അധപ്പതിച്ചു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം തിന്മകളിൽ, ദേഹേച്ഛകളിൽ ഒരാൾ അകപ്പെട്ടു പോയാൽ പിന്നീട് അയാളുടെ ദീനും അഭിമാനവും ഒക്കെ നശിച്ചു പോവുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവമാണ് ഈ രണ്ട് കാര്യങ്ങളും. ഈ രണ്ട് കാര്യങ്ങളും സൂക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകിയാൽ പകരം സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ഉറപ്പ് നൽകിയത് ആരാണ്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും കളവ് പറയാത്ത, ഒരു വഞ്ചന കാണിക്കാത്ത, അള്ളാഹുവിൻ്റെ വഹയിനാൽ മാത്രം സംസാരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഉറപ്പ് നൽകുന്നത്. എങ്ങനെയാണത് ലഭിക്കുക? രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചാലാണ്. നാവും ഗുഹ്യാവയവും. എന്താണ് ഉറപ്പ് നൽകപ്പെടുന്നത്, ഗ്യാരണ്ടി നൽകപ്പെടുന്നത്? എന്താണ്? സ്വർഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. വഅൻ സുഫിയാൻ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ
സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖുൽതു ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ, മാ അഖ്വഫു മാ തഖാഫു അലയ്യ, എൻ്റെ കാര്യത്തിൽ അങ്ങ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഏത് കാര്യമാണ്? അഥവാ എൻ്റെ വിഷയത്തിൽ അങ്ങേക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഭയപ്പാട് തോന്നുന്നത് അങ്ങെനിക്ക് പറഞ്ഞു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിലിസാനി നഫ്സിഹി, അവിടുത്തെ സ്വന്തം നാവ് പിടിച്ചു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദാ, നീ ഇതിനെ പിടിച്ചു വെക്കുക, ഇതിനെ നീ സൂക്ഷിക്കുക, ഇതിനെ നീ സംരക്ഷിക്കുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഈ ഹദീസ് സഹോദരങ്ങളെ, ആരാണ് ചോദ്യം ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ്. സഹാബത്തിൻ്റെ അങ്ങേയറ്റത്തെ അതീവ താല്പര്യമാണ് ഈ അറിയിക്കുന്നത്. ഇതുപോലെയുള്ള പല ചോദ്യങ്ങളും അവർ ചോദിച്ചതാണ് പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് വലിയ ഗുണപാഠം നൽകപ്പെട്ടിട്ടുള്ളത്. ഈ ചോദ്യവും വളരെ മഹത്തായ ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ചോദിച്ചത്, സഹാബിയുടെ കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറയുന്നത് എന്താണ്? നാവ് പിടിച്ചു വെക്കാൻ. അതിനുശേഷം വന്ന പിൽക്കാലത്ത് ജീവിക്കുന്ന, പ്രത്യേകിച്ച് ഈ കാലത്ത് ഫിത്നകൾ നിറഞ്ഞ കാലത്ത് ജീവിക്കുന്ന നമ്മൾ എത്ര ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. നോക്കൂ, സഹാബത്ത് റളിയല്ലാഹു അൻഹും നല്ല നല്ല കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. നമുക്കറിയാം, അയ്യുൽ അമലി അഫ്ളൽ, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, പല റിവായത്തുകളും നമുക്ക് കാണാം. ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം ഏതാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ്, തുടങ്ങിയ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുന്ന അനേകം ഹദീസുകൾ നമുക്ക് കാണാം. നേരെ തിരിച്ച് സഹാബികൾ ഇതുപോലെ ഷർറിൻ്റെ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാറുണ്ടായിരുന്നു. അതവരുടെ അതീവ താല്പര്യമാണ് അറിയിക്കുന്നത്. ഖൈറിനോട് അവർക്ക് അതീവ താല്പര്യമുണ്ട്. അതോടൊപ്പം ഷർറിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവർ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, കാന അന്നാസു യസ്അലൂന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി, ജനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മകളെക്കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്, നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്. വകുൻതു അസ്അലുഹു അനി ശർരി, എന്നാൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിന്മകളെക്കുറിച്ചായിരുന്നു ചോദിച്ചറിഞ്ഞിരുന്നത്. മഖാഫത അൻ യുദ്രിക്കനി, എന്തിനാണ്? ആ തിന്മകൾ കേട്ട് സന്തോഷിക്കാനാണോ? അല്ല, മറിച്ച് അതിൽ വീണുപോകുന്നത് ഭയന്നുകൊണ്ട്, അതിൽ വീണുപോവാതിരിക്കാൻ. കാരണം തിന്മകൾ, ഫിത്നകൾ, കുഴപ്പങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചാൽ അതിൽ നിന്ന് ഓടി അകലാൻ ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ടാണ്. നോക്കൂ, ഈ സഹാബി സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും ചോദിച്ചത് മഹത്തായ ചോദ്യമാണ്. ഷർറിനെ കുറിച്ചാണ്. എൻ്റെ കാര്യത്തിൽ അങ്ങ് എന്താണ് ഭയപ്പെടുന്നത് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് ഒരേ ഒരു കാര്യമാണ്, കുഫ അലൈക ഹാദാ, ഈ കാര്യം നീ പിടിച്ചു വെക്കുക, അതാണ് നിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്നത്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉപദേശമാണിത്. നമ്മുടെ കാര്യത്തിൽ നാം ഭയപ്പെടേണ്ട ഗുരുതരമായ കാര്യമാണ് നമ്മുടെ നാവിൻ്റെ ഉപയോഗം. അതിൻ്റെ ഷർറിൽ നിന്ന് നമ്മുടെ നാവിനെ പിടിച്ചു വെക്കുക എന്നത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നാവ് നേരെയായാലാണ് നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം നേരെ ആവുക എന്ന ഹദീസ് നമുക്ക് വായിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ ഹദീസ് ഖാല തിർമിദിയു ഹസനുൻ സഹീഹുൻ, ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹമാണ് റിവായത്ത് ചെയ്തത്. അദ്ദേഹം ഈ ഹദീസ് ഹസനാണ്, സഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വലഹു, ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ റിവായത്ത് ചെയ്യുകയും വസഹഹഹു, അദ്ദേഹം തന്നെ സഹീഹാണ് എന്ന് പറയുകയും ചെയ്ത മറ്റൊരു ഹദീസാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അൻ മുആദിൻ റളിയല്ലാഹു അൻഹു ഖുൽതു യാ റസൂലല്ലാഹ്
വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിൻ്റെ റസൂലേ, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നമ്മൾ സംസാരിക്കുന്ന കാര്യം, നമ്മുടെ വാക്കുകളിൽ വരുന്ന തിന്മകളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മെ പിടികൂടുമോ? അദ്ദേഹത്തിൻ്റെ സംശയമാണ്. നാവ് കൊണ്ടുണ്ടാകുന്ന വാക്കുകളിൽ വരുന്ന അബദ്ധങ്ങൾ അള്ളാഹു പിടികൂടുമോ? അള്ളാഹുവിൻ്റെ ശിക്ഷ അത് കാരണത്താൽ പിടികൂടുമോ? അള്ളാഹു ശിക്ഷിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സകിലത്ക ഉമ്മുക യാ മുആദ്. സകിലത്ക ഉമ്മുക യാ മുആദ് എന്ന് പറഞ്ഞാൽ, സകിലത്ക ഉമ്മുക എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മ മരിച്ചു പോകട്ടെ, നിനക്ക് നഷ്ടപ്പെട്ടു പോകട്ടെ എന്നാണ് അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. അറബികൾ ഇതുപോലെയുള്ള വാക്കുകൾ പ്രയോഗിക്കാറുണ്ട്. അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരത്ഭുതമുണ്ടായാൽ, മുആദ് റളിയല്ലാഹു അൻഹുവിന് ഈ കാര്യത്തെക്കുറിച്ച് ഇത്രയും അറിവില്ലാതെ പോയോ എന്ന അത്ഭുതവും ആശ്ചര്യവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് പറയാനുള്ള കാരണം. അതൊരു അത്ഭുതത്തിൻ്റെ ആശ്ചര്യത്തിൻ്റെ വാക്കായിട്ട് ഇതുപോലെ അറബികൾ പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രയോഗം മാത്രമാണത്. അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുക. ഇങ്ങനെ അറബിയിൽ പല പ്രയോഗങ്ങളും നമുക്ക് കാണാം. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, വഹൽ യകുബ്ബു الناس على وجوههم ഔ على മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. മുആദേ, ജനങ്ങൾ മുഖം കുത്തി അതല്ലെങ്കിൽ മൂക്കുകുത്തി അവരെ നരകത്തിലേക്ക് വീഴ്ത്തുന്നത് അവരുടെ നാവ് കൊയ്തെടുത്തതല്ലാതെ മറ്റെന്തു കാര്യമാണ്? അഥവാ സഹോദരങ്ങളെ, നമ്മുടെ നാവ് കൊയ്തെടുത്ത അതിൻ്റെ തിന്മകൾ നമ്മെ മുഖം കുത്തി അതല്ലെങ്കിൽ മൂക്കുകുത്തി നരകത്തിലേക്ക് തള്ളിവിടും എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മുടെ നാവിൻ്റെ ഷർറിൽ നിന്നും നമ്മൾ അങ്ങേയറ്റം ജാഗ്രത കൈക്കൊള്ളണം എന്നാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. നമ്മുടെ നാവുകളിൽ വരുന്ന തിന്മകൾക്ക് നാം പിടിക്കപ്പെടും. അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മെ പിടികൂടും എന്നതാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒരുപാട് നല്ല വലിയ ദീനിലെ വലിയ നന്മയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മുആദേ, ഇതിനെല്ലാം നയിക്കുന്ന ഒരു കാര്യത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് അവിടുന്ന് കുഫ അലൈക ഹാദാ, ഇതാ നാവ്, അതിനെ നീ പിടിക്കണം, അതിനെ നീ പിടിച്ചോക്കണം, അതിനെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ച് ഈ കാര്യം ചോദിച്ചത്. കാരണം നന്മകളെയെല്ലാം നാവ് കൊയ്തെടുത്തത് പൊളിച്ചു കളയും. നാവിൻ്റെ തിന്മകൾ കാരണത്താൽ നരകത്തിലേക്ക് പതിച്ചു പോകും, നന്മകളെ അത് നശിപ്പിച്ചു കളയും എന്ന ഓർമ്മപ്പെടുത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, നബിയെ, നാവിലൂടെ വരുന്ന അബദ്ധങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മെ പിടികൂടുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറുപടി പറഞ്ഞത്, ജനങ്ങളുടെ നാവ് കൊയ്തെടുത്തത് കാരണത്താലല്ലാതെ അവർ മുഖം കുത്തിയവരായിക്കൊണ്ട് അതല്ലെങ്കിൽ മൂക്ക് കുത്തിയവരായിക്കൊണ്ട് നരകത്തിൽ വീഴാൻ മറ്റെന്താണ് കാരണമായിട്ടുള്ളത്? സഹോദരങ്ങളെ, ഇത് നമ്മെ പേടിപ്പെടുത്തേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം നമ്മൾ ഓരോരുത്തരെയും ഭയപ്പെടുത്തേണ്ടതാണ്. ഒരു മനുഷ്യൻ്റെ നാവ് എന്താണോ സംസാരിക്കുന്നത് അത് ശരീരത്തിലെ അവയവങ്ങൾ അതുപോലെ പിന്തുടരുമെന്നാണ്. എന്താണോ നമ്മുടെ നാവ് ഉരുവിടുന്നത്, നാവ് മന്ത്രിക്കുന്നത്, അതാണ് നമ്മുടെ ശരീരം പിൻപറ്റുക. നിങ്ങൾ നോക്കൂ, തിന്മകൾ, അതേത് തിന്മകൾ എടുത്തു നോക്കിയാലും ഏത് പാപങ്ങൾ എടുത്തു നോക്കിയാലും നാവിലൂടെ മന്ത്രിക്കുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ നാവിൻ്റെ ഇടപെടലുകൾ അതാണ് പിന്നീട് ഒരു മനുഷ്യനെ ആ തിന്മയിലേക്ക് എത്തിക്കുക. വ്യഭിചാരമാവട്ടെ അതല്ലെങ്കിൽ വൃത്തികെട്ട മോശമായ എന്തു കാര്യങ്ങളാവട്ടെ, ഹറാമായ കാര്യങ്ങളാവട്ടെ, തുടക്കം നമ്മുടെ നാവ് മന്ത്രിച്ചിട്ടുണ്ടാകും. നമ്മുടെ നാവ് പറഞ്ഞത്
ആ കാര്യം നമ്മുടെ അവയവങ്ങൾ പിൻപറ്റുകയാണ് പലപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നാം കൊയ്തെടുത്ത പ്രവർത്തനങ്ങൾ അഥവാ തിന്മകൾ, അതാണ് പിന്നീട് അതിൻ്റെ ആളുകളെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോക്കൂ, ഈ ഹദീസിൽ വന്ന പദപ്രയോഗം സഹോദരങ്ങളെ വളരെ ഗൗരവമാണ്. നരകത്തിൽ മുഖം കുത്തി വീഴുക എന്ന് പറഞ്ഞാൽ നിന്ദ്യമായ അവസ്ഥയായിരിക്കും. അതല്ലെങ്കിൽ മൂക്കുകുത്തി വീഴുക എന്ന് പറഞ്ഞാൽ നിന്ദ്യമായ അവസ്ഥയായിരിക്കും. നോക്കൂ, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കാരണമായി പറഞ്ഞത്, നാവ് കൊയ്തെടുത്തത് എന്നാണ്. ഇനി വരാൻ പോകുന്ന ചില ഹദീസുകൾ വായിച്ചാൽ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. നാവ് കൊയ്തെടുത്തത് ഇത്രമേൽ അപകടമുണ്ടാക്കുമെങ്കിൽ ആ നാവിൻ്റെ ഷർറിൽ നിന്ന് നമ്മൾ എത്ര കണ്ട് ജാഗ്രത കൈക്കൊള്ളണം എന്നതാണ്. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഇത്തരം അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് ഉദ്ധരിച്ചു. വലഹു, ഇമാം അത്തിർമിദി റഹിമഹുല്ലാ അദ്ദേഹം തന്നെ റിവായത്ത് ചെയ്ത ഹദീസാണിത്. അൻ അബി സഈദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ, മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇദാ അസ്ബഹ ഇബ്നു ആദമ ഫഇന്നൽ അഅളാഅ കുല്ലുഹാ തുകഫിറു ലിസാന തഖൂലു ഇത്തഖില്ലാഹ ഫീനാ ഫഇന്നമാ നഹ്നു ബിക ഇൻ ഇസ്തഖംത ഇസ്തഖംനാ വഇൻ ഇഅ്വജജ്ത ഇഅ്വജജ്നാ. ഇദാ അസ്ബഹ ഇബ്നു ആദം, മനുഷ്യന് നേരം പുലർന്നാൽ, നമുക്ക് ഓരോരുത്തർക്കും നേരം പുലരുമ്പോൾ അഥവാ പ്രഭാതത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഫഇന്നൽ അഅളാഅ കുല്ലുഹാ, തീർച്ചയായും ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും, തുകഫിറുൽ ലിസാന, നാവിനോട് അപേക്ഷിക്കും, നാവിനോട് പറയും, തഖൂലു ഇത്തഖില്ലാഹ ഫീന, നീ നമ്മുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നമാ നഹ്നു ബിക്, തീർച്ചയായും നിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇനിസ്തഖംത ഇസ്തഖംന, നീ നേരെയായാൽ നമ്മളും നേരെയാകും. വഇൻ ഇഅ്വജജ്ത ഇഅ്വജജ്ന, നീ വളഞ്ഞുപോയാൽ, നീ തെറ്റിയാൽ നമ്മളും തെറ്റുന്നതാണ്. സഹോദരങ്ങളെ നോക്കൂ, എല്ലാ ദിവസവും രാവിലെ നമ്മുടെ അവയവങ്ങൾ മുഴുവനും, കയ്യും കാലും, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നാവിനോട് പറയുമെന്നാണ്. ഖൗലുഹു തുകഫിറു, തുകഫിറു എന്ന വാക്കിൻ്റെ അർത്ഥം ഐ തദില്ലു വ തഖ്ലഉ, അഥവാ വിനയത്തോടെ താഴ്മയോടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നാവിനോട് താണ് കീണ് അപേക്ഷിക്കുമെന്നാണ്. ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം നീ എന്താണോ സംസാരിക്കുന്നത് അതിൻ്റെ പിന്നാലെയാണ് ഞങ്ങളും വരിക. ഇനി ഇസ്തഖംത ഇസ്തഖംന, നീ നേരായാൽ, നീ ഇസ്തിഖാമത്തിലാണോ ഞങ്ങളും നേരെയാകും. അഥവാ നീ നല്ല വാക്ക് പറഞ്ഞാൽ ഞങ്ങളും നല്ല വാക്ക്, നല്ല കാര്യത്തിൽ നിന്നെ പിന്തുടരും. വഇൻ ഇഅ്വജജ്ത, ഇനി നീ വളഞ്ഞുപോയാൽ, നീ തെറ്റിപ്പോയാൽ, ഇഅ്വജജ്ന, ഞങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും. ഇത് സഹോദരങ്ങളെ എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നാവിനോട് പറയുന്ന അപേക്ഷയാണ്. നോക്കൂ, അപേക്ഷയാണ്, ആജ്ഞാപിക്കലല്ല, അപേക്ഷിക്കലാണ്. കാരണം നാവ് എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അതിൽ ഖൈറും ഉണ്ടാകും ഷർറും ഉണ്ടാകും. ഖൈറ് മാത്രം എടുക്കാനും ഷർറിൽ നിന്ന് മാറി നിൽക്കുവാനുമാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അതാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഗൗരവവും ഈ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും ഈ ഭാഗത്ത് ചില ഹദീസുകൾ കൂടി നമുക്ക് വായിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ബാക്കി വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, ന്യൂനതകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ലവരായ അടിമകളായി ജീവിക്കാൻ
അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.